തീർച്ചയായും ഇന്ന് ഏതാണ്ട് 1 മണിക്കാണ് ഈ അക്ഷയും അതുപോലെ തന്നെ അച്ഛനും കൈക്കുഞ്ഞും അവിടേക്ക് എത്തുന്നത് വോട്ട് രേഖപ്പെടുത്താൻ. ഈ സ്കൂളിൽ കുടിവെള്ളം പോലും കിട്ടാതെ കുറെ നേരം പ്രദേശത്ത് തന്നെ ഇരിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. കയ്യിൽ സ്റ്റിച്ച് ഉണ്ടായിരുന്നു, ഈ സ്റ്റിച്ച് അഴിച്ചു കാണിക്കണമെന്നായിരുന്നു പറഞ്ഞത്. ആ സമയത്തും ഈ കുട്ടി അച്ഛനോടും അതുപോലെ തന്നെ അക്ഷയോടും ഒപ്പമായിരുന്നു ഉണ്ടായിരുന്നത്. വോട്ട് ചെയ്യാൻ അനുവദിക്കില്ല എന്നൊരു നിലപാടിൽ അവർ തുടർന്നാണ് രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകരോട് ഇക്കാര്യം പറയുന്നത്. എന്തായാലും ഇതൊരു കടുത്ത ബാലാവകാശ ലംഘനമാണ് എന്നാണ് ബാലാവകാശ കമ്മീഷൻ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ജില്ലാ കളക്ടറോട് റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. അടിയന്തരമായി, അതായത് ഏതാണ്ട് ഒരാഴ്ചക്കുള്ളിൽ തന്നെ റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന ആവശ്യമാണ് ഇപ്പോൾ ബാലാവകാശ കമ്മീഷൻ ജില്ലാ കളക്ടറോട് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും കേസെടുത്തിരിക്കുന്നു. പ്രിസൈഡിംഗ് ഓഫീസറുടെ ഒരു തെറ്റായ നടപടിയാണ് എന്ന പ്രാഥമിക നിഗമനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ശരി ശ്രീജിത്ത്, ഏതായാലും നടപടികൾ ഉണ്ടാകട്ടെ. മണിക്കൂറുകൾ അങ്ങനെ ആ കുഞ്ഞിനെ ഉൾപ്പെടെ അവിടെ ഇരുത്തി അത് കെട്ടയച്ച് കാണിക്കണം എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഒരു ഡോക്ടർ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ പോയതിൻ്റെ എന്തെങ്കിലും റെസിപ്റ്റോ ചീട്ടോ കൊണ്ടുവരാനല്ല പറയുന്നത്, ആ കെട്ടയച്ച് സ്റ്റിച്ച് കാണണമെന്ന് പറയുന്ന തരത്തിലേക്ക് പിടിവാശിയാണ് കാണിച്ചത്. ഏതായാലും അതിൽ നടപടികൾ ഉണ്ടാവണം എന്നതാണ് രാഷ്ട്രീയ പാർട്ടികളുടെയും കൂടി ആവശ്യം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.